പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് നമസ്കാരം. ഞാൻ ഹാജിയാണ്. നമ്മളിന്ന് മോർണിംഗ് ടീയുടെ ഒരു പുതിയ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നമുക്ക് മോർണിംഗ് ടീ കിട്ടുന്നില്ല. കാരണം അതിഗംഭീരമായ പനിയും അതുപോലെ തന്നെ തൊണ്ടയൊക്കെ മുറിഞ്ഞുപോയി. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ശബ്ദമൊന്നും ക്ലിയർ ആയിട്ടില്ല ഇപ്പോഴും. എന്നാലും തീരെ മുടക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടൊരു സെഗ്മെൻ്റ് എടുക്കുകയാണ്. മോർണിംഗ് ടീയുടെ എഫക്റ്റ് എന്താണ് എന്ന് നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷകളിൽ നിങ്ങളറിയും, സത്യമായിട്ടും അറിയും. അപ്പോൾ മോർണിംഗ് ടീയിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നമ്മുടെ മോർണിംഗ് ടീ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ദേശീയ നദിയെക്കുറിച്ചാണ്. ഗംഗാ നദിയിൽ നിന്നും PSC ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏവർക്കും ഹാജാസ് PSCയുടെ മോർണിംഗ് ടീയിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. സുഹൃത്തുക്കളെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. MEM സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇന്നലെ ഒരു ക്ലാസ് ഇട്ടിരുന്നു. മാത്സിൻ്റെ 2 ക്ലാസ്സുകളായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനും ആയിട്ടുണ്ട്. ഇന്ന് ഇംഗ്ലീഷിൻ്റെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഒരു MEM കൂടി ഇന്ന് വൈകുന്നേരം നമ്മുടെ കൈകളിലേക്ക് എത്തും. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം പറയാനുള്ളത്, രാത്രി 9 മണികളിൽ നമ്മളൊരു പുതിയ സെഷൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പ്രിയ ഉദ്യോഗാർത്ഥികൾ അയച്ചു തരുന്ന ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നുള്ള 20ഓ അതിൽ കൂടുതലോ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പോൾ സെഷൻ, നമ്മൾ പഴയ മിഷൻ പോലെ ഒരു പരിപാടി തുടങ്ങുന്നുണ്ട്. സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള ടോപ്പിക്ക് തിരഞ്ഞെടുത്തുകൊണ്ടാണ് കുട്ടികൾ ക്വസ്റ്റ്യൻ അയച്ച് തരുന്നത്. അത് പ്രകാരം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ രാത്രി 9 മണിക്ക്, കൃത്യം 9 മണിക്ക് തുടങ്ങി ഒരു 9:15 9:10 തീരും. 20 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. അപ്പോൾ 20 ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തുന്ന ഒരു സെഗ്മെൻറ്റാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഞാൻ പറയുകയാണ് പഞ്ചവത്സര പദ്ധതികൾ. ഒന്ന് വായിച്ചിട്ട് പോളിട്ടാൽ സെറ്റായിരിക്കും. നല്ല നിലവാരമുള്ള ചോദ്യങ്ങളാണ് അവർ അയച്ചു തരുന്നത്. ആ അയച്ചു തരുന്ന ചോദ്യങ്ങൾ ഞാൻ കൂടി വായിച്ച് എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇന്ന് ആ ഒരു മോർണിംഗ് ടീയിൽ ക്വസ്റ്റ്യൻ അയച്ചു തന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും പ്രിയ ഉദ്യോഗാർത്ഥിയാണ് കൃഷ്ണപ്രിയ. അയച്ചു തന്ന പഞ്ചവത്സര പദ്ധതികളിലെ പ്രീവിയസ് ക്വസ്റ്റ്യനും സാധ്യതാ ചോദ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല കിടിലം 20 ചോദ്യങ്ങളും നല്ല ഓപ്ഷൻസും. ഓക്കെ, അങ്ങനെ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു സെഗ്മെൻറ്റിലൂടെ തുടങ്ങുകയാണ്. പരമാവധി എല്ലാ ദിവസവും ഇതുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഗംഗാ നദിയെക്കുറിച്ച് കേൾക്കാം. പ്രിയ സുഹൃത്തുക്കളെ, ഗംഗയെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഏതാണെന്ന് ചോദിച്ചാൽ ഗംഗാതടം. നിരവധി നദികൾ കൊണ്ട് സമ്പുഷ്ടമാണ് എൻ്റെയും നിങ്ങളുടെയും ഭാരതം, നമ്മുടെ രാജ്യം. ഗംഗാനദിയിൽ നിന്നും കേരള PSC ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യശലകങ്ങളിലൊന്ന്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഏതാണ്? ഉത്തരം ഗംഗാതടം. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാ നദി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഇന്ത്യയിലെ ഗംഗാതടം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നിക്ഷേപ പ്രക്രിയകളിലൂടെ ഉണ്ടായി. നിക്ഷേപ പ്രക്രിയ, ഡെപ്പോസിഷനിലൂടെയാണ് ഗംഗാതടം രൂപപ്പെട്ടത്. ഗംഗാതടം രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിക്ഷേപ പ്രക്രിയകളിലൂടെ, ഡെപ്പോസിഷനിലൂടെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടമാണ് ഗംഗാതടം. ഗംഗാതടം ഉണ്ടായത് നിക്ഷേപ പ്രക്രിയയിലൂടെ, ഡെപ്പോസിഷനിലൂടെയാണ്. ഗംഗാതടത്തിൻ്റെ വിസ്തീർണം ഏകദേശം 8.68 ലക്ഷം കിലോമീറ്റർ സ്ക്വയർ ആണ്. പഠിക്കണം. ഗംഗാതടത്തിൻ്റെ വിസ്തീർണം 8.68 ലക്ഷം കിലോമീറ്റർ സ്ക്വയർ ആണ്. ശബ്ദം നല്ല സ്ക്രാച്ച് ഉണ്ട്, സഹിച്ചേക്കണേ. 8.68 ലക്ഷം കിലോമീറ്റർ സ്ക്വയർ ആണ് ഗംഗാതടത്തിൻ്റെ വിസ്തീർണം. എങ്ങനെ ഉണ്ടായി? ഡെപ്പോസിഷനിലൂടെ ഉണ്ടായി. ഗംഗാനദി ഗംഗോത്രിയിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. നമുക്കൊന്ന് കാണാം. ഗംഗോത്രി ഇതാ ഇവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഉദ്ഭവിച്ചാണ് ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ കടന്ന് ഗംഗാനദി ഇവിടെ ഇങ്ങനെ കടന്ന് ഇങ്ങനെ വന്ന് നേരെ ബംഗ്ലാദേശിലേക്ക്. നോക്കാം നമുക്ക്. ഗംഗാനദിയുടെ കൃത്യമായ പിക്ചറാണ് ഈ കാണുന്നത്. ഇത് ഗംഗാനദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗാനദി.
PSC ചോദിക്കും, ഒരു സംശയവും വേണ്ട. യമുന ബ്രഹ്മപുത്ര ഒക്കെ തരും. അപ്പോൾ നമ്മൾ പറയണം ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി, ഇന്ത്യയുടെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഗംഗ. എത്രയാണ് അതിൻ്റെ നീളം എന്ന് ചോദിച്ചാൽ 2525 കിലോമീറ്റർ. 2525 കിലോമീറ്റർ. എന്നാൽ 2500 കിലോമീറ്റർ ആണ് എന്നും പറയുന്നുണ്ട്, 525 കിലോമീറ്റർ എന്നും പറയുന്നുണ്ട്, 2500 എന്നും പറയുന്നുണ്ട്. ഓപ്ഷനിൽ നോക്കി നമുക്ക് ഉത്തരം തിരഞ്ഞെടുക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദിയാണ്. 2525 കിലോമീറ്റർ എന്നും 2500 കിലോമീറ്റർ എന്നും പറയുന്നുണ്ട്. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്നാണ് ഗംഗാ നദിയെ അറിയപ്പെടുന്നത്. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം. ഗംഗോത്രിയിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. ഹിമാലയത്തിൻ്റെ ഒരു ഭാഗമായ ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ ഗായ്മുഖ് ഗുഹ നമുക്കിപ്പോൾ കാണാം. ഉത്തരാഖണ്ഡിലാണ് ഗായ്മുഖ്. ഉത്തരാഖണ്ഡിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗാ നദി ഒറിജിനേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഉത്തരാഖണ്ഡിലൊരു ഗുഹയുണ്ട്, ഗായ്മുഖ്. ആ ഗുഹയിൽ നിന്നാണ് ഗംഗാ നദി ഉദ്ഭവിച്ച് വരുന്നത്, ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്. നമുക്കൊന്ന് ചിത്രം കണ്ടു നോക്കാം. ഇതാണ് ആ ഗുഹ, ഗായ്മുഖ്. ഏത് സംസ്ഥാനത്താണ് ഗായ്മുഖ് എന്ന് PSC ചോദിച്ചാൽ ഉത്തരാഖണ്ഡ് എന്ന് ഉത്തരം പറയണം. ഉത്തരാഖണ്ഡിലാണ് ഗായ്മുഖ്. അവിടെ നിന്നാണ് ഇത് ഉദ്ഭവിച്ച് പതുക്കെ നദി ഒഴുകി വരുന്നത്. ഉത്തരാഖണ്ഡിലാണിത്. ഇന്ത്യയുടെ ദേശീയ നദിയാണ്. ദാറ്റ് മച്ച് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ദാറ്റ് ക്യാൻ ഹോൾഡ് എന്നാണ്. ഇത്രത്തോളം വെള്ളം ആ ഗുഹയിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്നു. പല പോഷക നദികളും ഇങ്ങനെ വന്ന് ചേരുന്നുണ്ട് ഗംഗയിലോട്ട്. നമുക്ക് കാണാം അങ്ങോട്ട് പോകുമ്പോൾ. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ മാസം 4-ാം തീയതി. 2008 നവംബർ മാസം 4-ാം തീയതി ഗംഗാ നദി നമ്മുടെ ദേശീയ നദിയായി മാറി. ഗംഗാ നദി നമ്മുടെ ദേശീയ നദിയായി മാറിയ വർഷം 2008 നവംബർ മാസം 4-ാം തീയതി. ഇന്ത്യയുടെ മർമ്മസ്ഥാനം എന്നറിയപ്പെടുന്ന നദിയാണ് ഗംഗാ നദി. നീളം 2525 എന്നും 2500 എന്നും പരാമർശിക്കപ്പെടുന്നു. ഒറിജിനേറ്റ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും. ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ പ്രസിദ്ധമായ ഗുഹ ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഇത് ഉദ്ഭവിച്ചു വരുന്നത്. ഗുഹയുടെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. നോക്കണേ, ഈ ഉത്തരാഖണ്ഡിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഗംഗാ നദി ഉദ്ഭവിക്കുമ്പോൾ അവിടെ വെച്ച് അതിൻ്റെ പേര് ഗംഗാ നദി എന്നല്ല, പകരം അപ്പോഴ് അതിൻ്റെ പേര് ഭാഗീരഥി എന്നാണ്. ഭാഗീരഥി എന്നാണ് അപ്പോഴതിൻ്റെ പേര്. ഈ ഗംഗാ നദി അവിടെ നിന്ന് ഉദ്ഭവിച്ച് ഒഴുകി നേരെ പോയി എവിടെ പതിക്കും? ബംഗാൾ ഉൾക്കടലിൽ പതിക്കും. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ഗംഗാ നദി ഒഴുകി എവിടെ പോവും? ബംഗാൾ ഉൾക്കടലിലോട്ട് പോവും. നമ്മൾ എന്താണ് പഠിച്ചത്? സിന്ധു നദി പഠിപ്പിച്ചപ്പോൾ ഇതുപോലെ നമ്മൾ മോർണിംഗ് ടീയിൽ സിന്ധു നദി പറഞ്ഞു. മാനസരോവറിൽ നിന്നും ഉദ്ഭവിച്ച് ലഡാക്കിലൂടെ വന്ന് ചില്ലാർ വനത്തിലൂടെ പാകിസ്ഥാനിലേക്ക് കടന്ന് അറബിക്കടലിൽ പതിക്കും. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? സിന്ധു നദിയെക്കുറിച്ച് ആണ്. ഇത് ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഉദ്ഭവിച്ച് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലൂടെ കടന്ന് നേരെ ബംഗാൾ ഉൾക്കടലിലേക്ക് പോകും. നോക്കാം, ഗംഗാ നദിയുടെ പതനസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ ഇത് ബംഗാൾ ഉൾക്കടലിലാണ്. സിന്ധു നദി ടിബറ്റിൽ നിന്ന് ഉദ്ഭവിച്ച് മാനസരോവറിൽ നിന്ന് ഉദ്ഭവിച്ച് ഇന്ത്യയിലൂടെ കടന്ന് പാകിസ്ഥാനിലോട്ട് പോകുമ്പോൾ എന്നിട്ട് അറബിക്കടലിൽ പതിക്കുമ്പോൾ ഗംഗാ നദി ഗായ്മുഖ് ഗുഹയിൽ നിന്ന് ഉദ്ഭവിച്ച് ബംഗ്ലാദേശിലോട്ട് പോയിട്ട് പിന്നീട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പോൾ ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശും. പഠിക്കണം. ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ
ഇന്ത്യ ബംഗ്ലാദേശ്, ഇന്ത്യ ബംഗ്ലാദേശ്, ഇന്ത്യ ബംഗ്ലാദേശ്. അപ്പോൾ ഗംഗാനദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശും, ഇന്ത്യയും ബംഗ്ലാദേശും. ക്ലിയറാണ്? ഓക്കെ ആണ്? നോക്കൂ, ഭഗീരഥി, ഭഗീരഥി എന്ന് പറഞ്ഞാലോ ആ ഗുഹയിൽ നിന്ന് ഉദ്ഭവിക്കുമ്പോൾ ഗംഗാനദി അറിയപ്പെടുന്ന പേരാണ്. പിന്നീട് അളകനന്ദ, ഇത് രണ്ടും സംഗമിച്ചിട്ട് ഗംഗ എന്ന പേരിൽ ഒഴുകിത്തുടങ്ങുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ദാ ഇവിടെ, ഈ ചിത്രത്തിൽ കാണാൻ പറ്റും, ദാ ഇവിടെ ദേവപ്രയാഗ്. അതായത് ഗംഗാ നദി ഒറിജിനേറ്റ് ചെയ്യുന്ന ഗുഹയുണ്ടല്ലോ, ആ ഗുഹയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പേരെന്താണ്? ഭഗീരഥി. അളകനന്ദ എന്ന് പറയുന്ന മറ്റൊരു നദി, മറ്റൊരു ഒറിജിനേഷൻ. ഇതുപോലെ വെള്ളം ഊറി വരുന്നു അളകനന്ദ എന്ന രൂപത്തിൽ. എന്നിട്ട് ഇത് രണ്ടും കൂടെ സംഗമിക്കും. എവിടെ വെച്ചിട്ടാണ്? ദേവപ്രയാഗ്. അവിടെ മുതലാണ് ഇത് ഗംഗ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങുന്നത്. ഈ പേര് പഠിക്കണം, ദേവപ്രയാഗ്. അപ്പോൾ ഭഗീരഥിയും അളകനന്ദയും സംഗമിച്ച ശേഷം എവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്? ഉത്തരം ദേവപ്രയാഗ്. ദേവപ്രയാഗിൽ നിന്നാണ് ഗംഗാനദി എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്. ക്ലിയറാണ്? ക്ലിയറാണ്? ഓക്കെ, ശരി. ഗംഗയുടെ ഉൽപ്പത്തി ഒറ്റ ഗുഹയിൽ നിന്നല്ല ഗംഗ പിന്നീട് വരുന്നത്. ഭഗീരഥിയുണ്ട്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, പ്രധാന അതാണ്. പിന്നെ അളകനന്ദ എന്ന് പറയുന്ന ഒരു ഒറിജിനേഷനുണ്ട്, മന്ദാകിനി ഉണ്ട്, ധൗളിഗംഗ, പിണ്ടാർ. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഭഗീരഥി, അളകനന്ദ, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ഇവിടെ എത്തുമ്പോൾ ഇത് ഗംഗയായി. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഗംഗയിലോട്ട് വെള്ളം ഒഴുകി വരുന്നുണ്ട്. അതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഗംഗ ഏറ്റവും കൂടുതൽ വെള്ളം ഉൾക്കൊള്ളുന്ന നദിയായി വലുതായി. എവിടെ നിന്നൊക്കെയാണ് അതിൻ്റെ ഉൽപ്പത്തി എന്നാണ് ചോദിക്കുന്നത്. 5 സ്ഥലങ്ങളിൽ നിന്നാണ് ഉൽപ്പത്തി. ഭാഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളിഗംഗ, പിണ്ടാർ. മനസ്സിലാവണോ? ഓക്കെ ആവണോ? ക്ലിയർ ആവുന്നുണ്ടോ? ഭാഗീരഥി എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഗംഗയുടെ പ്രധാനപ്പെട്ടൊരു ഉൽപ്പത്തിയല്ലേ ഭാഗീരഥി എന്ന് പറയുന്നത്, അല്ലേ? അതും അളകനന്ദയും ദേവപ്രയാഗിൽ വെച്ച് സംഗമിക്കുന്ന സ്ഥലം മുതലല്ലേ ഗംഗ എന്ന പേര് പറയുന്നത്. ഈ അളകനന്ദ എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അതും ഉത്തരാഖണ്ഡിൽ നിന്ന് തന്നെയാണ്. അതൊരു ഗ്ലേഷ്യർ, സാദോപാന്ത് ഇതാ ഇവിടെ ഈ ഒരു പ്രദേശത്ത് നിന്നാണ് ഇങ്ങനെ ഒഴുകി വരുന്നത്. സാദോപാന്ത് പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ സാദോപാന്ത് ഹിമാനിയിൽ നിന്നാണ് അളകനന്ദ ഉദ്ഭവിക്കുന്നത്. സാദോപാന്ത്, നേരത്തെ ഒരു ഗുഹയുടെ പേര് പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ? അവിടെ നിന്നാണ് എന്ത് വരുന്നത്? ഭാഗീരഥി. അളകനന്ദ എവിടെ നിന്നാണ്? സാദോപാന്ത് ഹിമാനി. ഇത് രണ്ടും ഉത്തരാഖണ്ഡിൽ തന്നെ. ഇവർ രണ്ടുപേരും കൂടെ ജോയിൻ ആവും ദേവപ്രയാഗ് എന്ന് പറഞ്ഞ ഇടത്ത് വെച്ച്. അവിടെ മുതലാണ് ഇത് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ദേവപ്രയാഗ് എന്നുള്ള പേര് നമുക്ക് പണി തരും, പഠിച്ചു വച്ചേക്കണം. ഓക്കെ, ബംഗ്ലാദേശിൽ ഇത് ഒഴുകി എവിടെ പോവും? ബംഗ്ലാദേശിലോട്ട് പോകും. ബംഗ്ലാദേശിൽ പോകുമ്പോൾ ഗംഗ എന്നാണോ അറിയപ്പെടുന്നത്? ഇല്ല, പത്മ. നദികളെല്ലാം സ്ത്രീലിംഗ പദങ്ങളാണ്, പഠിക്കണം. നദികളെല്ലാം തന്നെ സ്ത്രീലിംഗ പദങ്ങളാണ്, മലയാളത്തിൽ ചോദിക്കും. ബംഗ്ലാദേശിൽ ഗംഗ എന്ന് പറയുന്നത് പത്മ അല്ലെങ്കിൽ കീർത്തിനാശിനി എന്ന് പറയും. ബംഗ്ലാദേശിൽ പോകുമ്പോൾ ഇതിനെ ഗംഗ എന്ന പേരിലല്ല അറിയപ്പെടുന്നത്, കീർത്തിനാശിനി അല്ലെങ്കിൽ പത്മ. ഗംഗാ നദി ഉത്തരാഖണ്ഡിൽ നിന്ന് ഇങ്ങനെ ഉദ്ഭവിച്ച് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ, ഉത്തരേന്ത്യ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഉത്തരേന്ത്യൻ സമതലം നിരപ്പായ പ്രദേശം, അവിടെ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചിട്ടാണ്. സമതല പ്രദേശങ്ങളിലേക്ക് ഗംഗാനദി ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിലേക്ക് വരുന്നത് ഹരിദ്വാറിൽ വെച്ച്. സൂപ്പറായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് അല്ലേ? ഗംഗാനദി ഉദ്ഭവിച്ച് ഉത്തരാഖണ്ഡിൽ നിന്ന് വന്ന് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ എത്തിച്ചേരുന്ന സ്ഥലം ഹരിദ്വാർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത് ഗംഗ.
ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത് ഗംഗ. നമുക്കിപ്പോൾ കാണാം ഒരു ചിത്രം കണ്ടോ. എൻ്റെ പൊന്നി, എത്രത്തോളം പോഷക നദികളാണ് ഈ കാണുന്നത്. ഷൂ അല്ലേ, കണ്ടോ? നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകൾ പോലെ എത്ര എണ്ണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഗംഗയിലോട്ടാണ് വന്ന് ചേർന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ ചിത്രം കണ്ടവർ പറഞ്ഞോണം, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കട്ടെ പരീക്ഷയ്ക്ക്. ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയണം. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി PSC ചോദിക്കും. ഏറ്റവും വലിയ നദി, ദേശീയ നദി, ഇന്ത്യയുടെ മർമ്മം, ഇതൊക്കെ ഗംഗയാണെന്നറിയാം. നമ്മളെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത് ഗോദാവരി അല്ലേ? എഴുതരുത്, ഗംഗ. ഉത്തരം ഏതാണ്? ഗംഗ. അപ്പോൾ ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് യമുന. നിങ്ങൾ ആ ചിത്രങ്ങളിൽ നോക്കിയാൽ, മാപ്പുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഗംഗാ നദി ഒഴുകുന്നതിന് പാരലായിട്ട് ഇതുപോലെ ഒഴുകി വന്ന് നേരെ വന്ന് ഗംഗയോടങ്ങ് ചേരും. ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് യമുന. അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ, രാംഗംഗ, ഗാഗ്ര, ഗന്ദകി, മഹാനന്ദ. യമുന മറന്നു പോകരുത്, ഗംഗയുടെ പോഷക നദിയാണ്. യമുന ഒഴുകി പാരലായിട്ട് ഗംഗയോടൊപ്പം ഒഴുകി വന്നിട്ട് നേരെ വന്ന് ഗംഗയിലോട്ടങ്ങ് ചേരും. വരുണ, അസി എന്നീ 2 പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലമാണ് വാരാണസി. അതുകൊണ്ടാണ് വരുണ അസി ചേർത്ത് പറഞ്ഞ വാരാണസി. കണ്ട, ഇപ്പോഴാണ് പിടി കിട്ടിയത് അല്ലേ? വരുണ, അസി 2 നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലമാണ് വാരാണസി. അങ്ങനെയാണ് ആ പേര് വന്നത്. മനസ്സിലാവുന്നുണ്ട്? ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദിയാണ് യമുന. വേറെ ഒരുപാട് നദികളുണ്ട്. എത്ര പോഷക നദികളുണ്ട്? ഒരുപാടുണ്ട്. അതിൽ ഗംഗയുടെ ഇടതുകരം വലത് കരത്തിലെ കുറേ നദികളുമുണ്ട്, ഇടത് കരത്തിലെ കുറേ നദികളുമുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇന്ത്യയുടെ പുണ്യനദി എന്നാണ് അറിയപ്പെടുക ഗംഗ. ഇന്ത്യയുടെ പുണ്യനദി എന്നാണ് അറിയപ്പെടുക. എന്നാൽ ഋഗ്വേദത്തിൽ പുണ്യനദി എന്ന് പറയുന്നത് സരസ്വതി നദിയാണ്. ഇന്ന് ഭൂമിയുടെ അടിയിൽ കൂടെ ഒഴുകുന്നു എന്ന് കരുതപ്പെടുന്നു. ഇന്ന് ഭൂമിയുടെ അടിയിൽ കൂടെ ഭൗമ പ്രതിഭാസങ്ങളുടെ ഫലമായി ഭൂമിയുടെ അടിയിലായിപ്പോയി എന്നാണ്, ഭൂമിയുടെ അടിയിലൂടെ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. സരസ്വതി നദി, ഋഗ്വേദത്തിൽ പുണ്യനദി എന്ന് പറയുന്നത് സരസ്വതിയും പൊതുവെ ഇന്ത്യയുടെ പുണ്യനദി എന്നറിയപ്പെടുന്നത് ഗംഗയുമാണ്. നല്ല കിടിലൻ 2 പോയിന്റാണ്, പഠിച്ചോണം. ഗംഗയുടെ വലതു കൈയിലെ പ്രധാന നദികളാണ് സോണ്, യമുന, ദാമോദർ. നമുക്കൊന്ന് നോക്കാം, കാണാൻ പറ്റുമോ നോക്കാം. ഓക്കെ, യമുന, സോണ്, ഇതാ ഇവിടെ ഉണ്ട് യമുന. ഈ ചിത്രം വേണ്ട, നമുക്ക് വേറൊരു ചിത്രം കാണിച്ചില്ല, അതിൽ നോക്കാം കേട്ടോ. ഇവിടെ ഉണ്ട് വളരെ. ഇതാ യമുന കണ്ടോ? ഇതാണ് ഗംഗ. ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നത് റെഡ്. അതേപോലെ വരുന്നതാണ് യമുന. കണ്ടോ? പാരലായിട്ട് യമുന വന്നിട്ട് യമുന ഇതുപോലെ ഒഴുകി ഇങ്ങനെ വന്നിട്ട് ഇവിടെ വെച്ച് ജോയിൻ ചെയ്യും, ഗംഗയോട് ചേരും. അതുപോലെ ഒരുപാട് നദികൾ ഇവിടെ ഉണ്ട് ഇതുപോലെ. ആ നദികളുടെയൊക്കെ പേരുകൾ ഒന്ന് വായിച്ച് വെക്കാം നമുക്ക്. വലതുകരത്തിലാണ് സോണ്, യമുന, ദാമോദർ. എന്നാൽ കരത്തിലാണ് രാംഗംഗ, ഗോമതി, ഗാഗ്ര, ഗന്ദകി, കോസി, മഹാനന്ദ. ഇത്രയും ഇടത് കരം. അപ്പോൾ ഗംഗാ നദിക്ക് വലത് കരവും ഉണ്ട്, ഇടത് കരവും ഉണ്ട്. വലത് കരത്തിലാണ് സോണ്, യമുന, പിന്നെ ഏതാണ്? ദാമോദർ. ഇടത് കരത്തിലാണ് രാംഗംഗ, ഗോമതി, ഗാഗ്ര, ഗന്ദകി, കോസി, മഹാനന്ദ. ഓക്കെ, ഇവിടെ വളരെ വ്യക്തമായി ആ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗംഗ. കണ്ടോ കൂട്ടുകാരെ? കണ്ടു. ഇവിടെ കണ്ടോ യമുന? കണ്ടോ യമുന? പിന്നെ ബാക്കി കുറേ നദികളുണ്ട്. കണ്ടോ? ഇവിടെയൊക്കെ ചമ്പൽ നദി, ഇങ്ങനെ കുറേ നദികൾ, ഇങ്ങനെ ടോൺസ്, ഇങ്ങനെ കുറേ നദികളുണ്ട്. ഇപ്പുറത്തും ഇതുപോലെ ഗംഗയുടെ കുറേ നദികൾ ഇവിടെ തന്നിട്ടുണ്ട്. ഗന്ദക്, കോസി, കണ്ടോ? ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നോക്കി വെച്ചോണം. സിന്ധുവിൻ്റെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം കറാച്ചിയാണ്. സിന്ധുവിൻ്റെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം. സിന്ധു നദി ഒഴുകിപ്പോകുന്നതിൻ്റെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം കറാച്ചി. ഗംഗയുടെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം കാൺപൂർ.
രണ്ടും മാസ് പോയിന്റ്. സിന്ധു തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണമാണ് കറാച്ചി. ഗംഗയുടെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണമാണ് കാൺപൂർ. ഓക്കെ, ഗംഗയും പോഷക നദികളൊക്കെ കാണണമെങ്കിൽ എവിടെ പോകണം? ഒന്നുകിൽ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഇവിടെ എവിടെയെങ്കിലും പോകണം. മനസ്സിലാവണുണ്ടോ? തമിഴ്നാട്ടിൽ പോയിട്ട് കാര്യമില്ല. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഇവിടെയാണ് ഗംഗയും ഗംഗയുടെ പോഷക നദികളും ഒഴുകുന്ന സംസ്ഥാനം. അപ്പോൾ PSC ചോദിക്കും, ഗംഗയുടെ പോഷക നദികളും ഗംഗയും ഒഴുകാത്ത സംസ്ഥാനം ഏത്? ചോദിക്കാം. അപ്പോൾ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വച്ചിരിക്കണം. ഉത്തരാഖണ്ഡാണ് ഏരിയ. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. മനസ്സിലായോ? ഓക്കെ, നോക്കൂ, ഗംഗാനദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനം പ്രീവിയസ് ആണ്. 1450 കിലോമീറ്റർ, 2500 കിലോമീറ്ററാണ് ആകെ നീളം. ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഗംഗാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗ യമുനയോട് ചേരുന്ന സ്ഥലമാണ് അലഹബാദ്, പ്രയാഗ്രാജ്. ഈ രാജ്യങ്ങളെ കൊണ്ട് തോറ്റ്. ഗംഗാനദി യമുനയോട് ചേരുന്ന സ്ഥലമാണ് പ്രയാഗ്രാജ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ഗംഗാനദിയുടെ ഏറ്റവും നീളം കൂടിയ കൈവഴി ഹൂഗ്ലി. ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ. അതും പഠിക്കണം. ഈ സ്ലൈഡിലെ 4 ചോദ്യങ്ങളും പൊട്ടാസാണ്. പൊട്ടാസ് പഠിക്കണേ. ഗംഗാനദി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ്. ഗംഗയും യമുനയും ചേരുന്ന സ്ഥലം പ്രയാഗ്രാജ്, അതെവിടെയാ? അലഹബാദ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചിട്ട്. ഗംഗാനദിയുടെ ഏറ്റവും നീളം കൂടിയ കൈവഴി ഏതാണ്? ഹൂഗ്ലിയാണ്. ഹൂഗ്ലി നദിയുടെ പോഷക നദിയാണ് ദാമോദർ. ഇനി നിങ്ങൾ പഠിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭാഗീരഥി, അളകനന്ദ, ഇത് രണ്ടും ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ഗംഗ, യമുന, സരസ്വതി, ഈ 3 നദികളുടെ സംഗമസ്ഥാനമാണ് പ്രയാഗ്. ത്രിവേണി സംഗമം എന്ന് പറയും. ത്രിവേണി സംഗമം, മലയാളത്തിൽ പാട്ടുണ്ട്, സംഗമം ത്രിവേണി സംഗമം. ഒട്ടും വയ്യ കേട്ടോ സംസാരിക്കാൻ, വല്ലാത്തൊരു കണ്ടീഷനിലാണ്. പിന്നെ മോർണിംഗ് ടീ നിങ്ങൾ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പറയും മോർണിംഗ് ടീ ഒക്കെ നിർത്തി അയാൾ വല്ലയിടത്തും കാണുമെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഒട്ടും വയ്യ. ശബ്ദം കണ്ടോ? സ്ക്രാച്ച് കണ്ടോ? ഗംഗ, യമുന, സരസ്വതി, ഏത് 3 ത്രിവേണി സംഗമത്തിൽ ഏതെല്ലാം നദികളാണ്? ഗംഗ, യമുന, സരസ്വതി, ഇതാണ് പ്രയാഗ്, ത്രിവേണി സംഗമം. അളകനന്ദയും മന്ദാകിനിയും സംഗമസ്ഥലമാണ് രുദ്രപ്രയാഗ്. അളകനന്ദയും പിണ്ടാറും കർണപ്രയാഗ്. അളകനന്ദയും ധൗളിഗംഗയും വിഷ്ണുപ്രയാഗ് സംഗമസ്ഥാനങ്ങൾ പഠിക്കണം. അതിനൊരു കിടിലം പിക്ചറാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട്. വിഷ്ണുപ്രയാഗ്, ഓക്കെ, അളകനന്ദ, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്, ദേവപ്രയാഗ്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഭഗീരഥി കണ്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭഗീരഥി, മന്ദാകിനി, അളകനന്ദ, ധൗളിഗംഗ. ഒരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ വരച്ചങ്ങ് പഠിച്ചാൽ സെറ്റായിട്ട് നമുക്ക് ഈ സംഗമസ്ഥാനങ്ങൾ പഠിക്കാം. ഇതൊരു ചോദ്യ മേഖലയാണ്. ഓക്കെ, ഭഗീരഥിയും അളകനന്ദയും ദേവപ്രയാഗ്, ഗംഗാ, യമുന, സരസ്വതി, പ്രയാഗ്, അതാണ് ത്രിവേണി സംഗമം. ഈ 3 നദികളാണ്. ഓക്കെ, അളകനന്ദ, മന്ദാകിനി, രുദ്രപ്രയാഗ്, കർണപ്രയാഗ്, വിഷ്ണുപ്രയാഗ്. ക്ലിയർ? അതൊന്ന് ഈ പടം ഒന്ന് വരച്ച് പഠിക്കണേ. അപ്പോൾ എൻ്റെ പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഗംഗാ നദിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഈ ക്ലാസ്സിനകത്ത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഇതിൽ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ 99% PSC ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. നന്നായി പഠിക്കുക, പോസിറ്റീവായിട്ടിരുന്ന് പഠിക്കുക, ഏറ്റവും ഗംഭീരമായി പഠിക്കുക. ഒരു കുഞ്ഞു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നിങ്ങളോട്. അതിൽ ഒന്ന്, നിങ്ങളെല്ലാവരും ഇനി പരീക്ഷ തീരുന്നത് വരെ 2:15 മുതൽ 3:15 വരെ ഒരു പരീക്ഷ മോഡൽ എക്സാം എഴുതി ശീലിക്കണം.
അങ്ങനെ ശീലിച്ചാൽ മാത്രമേ നിങ്ങൾക്കിനി കൂടുതൽ ആ ഒരു മാനസികാവസ്ഥയിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഒരു ലൈവ് സെഷൻ നൽകുന്നുണ്ട് 2:15 to 3:30 അൺഅക്കാഡമിയിലാണ്. അൺഅക്കാഡമി പ്ലേ സ്റ്റോറിൽ കയറി അൺഅക്കാഡമി ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ എല്ലാവരും ഉണ്ടോ? ജോയിൻ ചെയ്തിട്ടുണ്ടോ? താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഹാജാസ് PSC എന്ന് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് അതിൽ കയറി അങ്ങ് പിന്നീട് ജോയിൻ ചെയ്താൽ മതി. എന്നിട്ട് അൺഅക്കാഡമി ഞാൻ എല്ലാ ദിവസവും ഈ ഒരു 2 മണിയാകുമ്പോൾ ലിങ്ക് ഇടും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അൺഅക്കാഡമി ആപ്പിലൂടെ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. 2:15 മുതൽ 3:30 വരെ പരീക്ഷ എഴുതി ശീലിക്കുക. സൂപ്പറായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ മെമ്മിൻ്റെ ലൈവ് ഉണ്ട് 12 മണി മുതൽ 1 മണി വരെ. ഇതെല്ലാം ഫ്രീ ക്ലാസ്സാണ്. 1 രൂപ പോലും നമ്മൾ കൊടുക്കണ്ട കേട്ടോ. അങ്ങനത്തെ ക്ലാസ്സാണ് 12 മുതൽ 1 മണി വരെ. എന്ന് പറയും മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ലൈവ് ക്ലാസ്. നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ചോദിക്കാം. അങ്ങനെയുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഒന്ന് വരാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. അല്ലാതെ വേറെ എന്തെങ്കിലും സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.